എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചേക്കണേ. അതിലൊരു സീനുണ്ട്, അതില് ലാലേട്ടൻ ഫാൻസിന് എല്ലാവർക്കും രോമാഞ്ചം വരുന്ന രീതിയിൽ ഒരു മഞ്ജുവാന്റെ അടുത്തുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് എല്ലാവർക്കും രോമാഞ്ചിക്കുന്ന രീതിയിലാണ്. ഓക്കെ താങ്ക് യു. മറ്റവനെ മറിച്ചവനെ ലാസ്റ്റ് ഒരുത്തരെ കൊണ്ടുവന്നു ആരാണെന്ന് പോലും അവനെന്നെ അറിയാമോ എന്തോ അത് ആരാണെന്ന്. കാരണം ഭയങ്കര ഡിസപ്പോയിന്റഡ്. ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവന്ന് അംബാസഡർ ആണ്, മറ്റേതാണ് ഇന്ത്യയുടെ ട്രെയിനാണ്, ഇന്ത്യൻ സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞവർ 800 ക്വാളിറ്റി പോലും ഇല്ല. അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജ് ആണെങ്കിൽ ഏവനാണ് അഹങ്കാരം ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം പന്നം. മാത്രമല്ല 5 ഡയലോഗാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. മോഹൻലാലിന്റെ കട്ട ഫാനാണ്. മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ്. അയാളെ കൊണ്ട് 5 ഡയലോഗ്. ആര് മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ നടക്കണം. രാജോട്ട സൂപ്പർ ആയിരുന്നു. മേക്കിംഗ് ക്വാളിറ്റി വൈസ് ആണ് ഇഷ്ടപ്പെട്ടത്. സ്റ്റോറി അങ്ങോട്ടൊന്ന് നമുക്ക് കണക്ട് ആയില്ല. അതാണ് ഓവറോൾ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളി. BGM എല്ലാം സൂപ്പറായിരുന്നു. ബാക്കി പെർഫോമൻസുകൾ ഏതായിരിക്കും ലാലേട്ടന്റെ അല്ലാതെ കലക്കി ഡയറക്ടർ പിന്നെ ഫ്രെയിംസ് എല്ലാം ഇന്റർനാഷണൽ ലെവലുള്ള ഫ്രെയിംസ് ആണ് കൂടുതലും. പിന്നെ ലൂസിഫറിന്റെ തുടർച്ച തന്നെയാണ് പടം. എല്ലാം തന്നെ ഓക്കെ. ഒന്നും നോക്കാൻ ടിക്കറ്റ് എടുക്കാൻ പറയാനില്ല. മലയാള സിനിമയ്ക്ക് ഇന്റർനാഷണൽ പടമാണ്. എന്തായാലും നമുക്ക് ഒരു എന്താ പറയുന്ന ഒരു പുതിയ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമുക്ക് ഇതൊരു നല്ലൊരു പുതിയ തുടക്കമായിട്ട് തന്നെ കൊണ്ടുപോകാം. പൃഥ്വിരാജ് ഒരു രക്ഷയില്ല. ഡയറക്ടർ, സ്ക്രീൻ പ്ലേ, എല്ലാ ഫ്രെയിംസും ഇന്റർനാഷണൽ ഫ്രെയിംസ് ആണ്. തന്നെ എന്താ പറയാ, നല്ല ബീജിയമും പിന്നെ ഒറ്റക്കാരും പലരും പ്രതീക്ഷിച്ച ആളല്ല വില്ലൻ, അത്രേ ഉള്ളൂ. പിന്നെ എന്തായാലും അടിപൊളിയാണ് പടം. സൂപ്പർ. ഞാൻ പ്രതീക്ഷിച്ച ആളല്ല. ഞാൻ പ്രതീക്ഷിച്ച ഷാരൂഖ് ഖാനാണ്. എന്താ പറയുക, തുടക്കം മുതൽ തീരുന്നൊരു പക്ക സെറ്റപ്പ്. 100-110 മാർക്ക്. സൂപ്പർ 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 സൂപ്പർ. എല്ലാവരും നന്നായിട്ട് ശരി. ഓക്കെ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടിയാണ്. അടിപൊളി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചെയ്യുന്നുണ്ട്. ഈ ഒരു നോർമൽ പടത്തിന് ഇതുപോലെ ഹൈപ്പ് കൊടുത്ത് കാശ് വരാനുള്ള ഒരു മാർക്കറ്റിംഗ് അതിന് സമ്മതിച്ചിരിക്കുന്നു. കാരണം നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കാരണം അത്ര നോർമൽ, വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്. മുരളി ഗോപിയിൽ നിന്ന് ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ലൂസിഫറിന്റെ ഏതായാലും നിൽക്കാൻ പറ്റില്ല എമ്പുരാന്റെ ഈ സ്ക്രിപ്റ്റിൽ. അതുപോലെ ആവശ്യമില്ലാതെ ഒരു 6-7 കൺട്രീസിൽ കൊണ്ട് കുറെ ബോംബിടുന്നുണ്ട്. അതൊക്കെ വെറും ബോംബാവുകയാണ് പടത്തിൽ. ഒരു കാര്യമില്ലാതെ ഒന്നും കണക്ട് ആവുന്നില്ല ആളുകളിലോട്ട്. അങ്ങനെ വലിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അതുപോലെ ഇപ്പം നമുക്ക് ലാലേട്ടൻ നമ്മളൊരു അഹങ്കാരമാണ്, നമ്മളെ അഭിമാനമാണ്, അതാണുള്ളൂ. അപ്പൊ അതായത് മലയാളത്തിൽ ഒരു എല്ല് കൂടുതൽ പറഞ്ഞാൽ ആ എല്ല് ലാലേട്ടനാണ്. ഇതിപ്പോ ആ എല്ല് കുത്തിക്കയറിയിരിക്കുന്ന അവസ്ഥയുണ്ട്. തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യാത്തൊരവസ്ഥ ഇരിക്കുന്നത്. ഇപ്പൊ ലാലേട്ടൻ ഫാൻ എനിക്ക് ഭയങ്കര അധികം ഡിസപ്പോയിന്റഡ് ആണ്. പടം ലാലേട്ടനെ കാണാൻ വേണ്ടി വന്ന് കാണാൻ, ആ മാസം സ്വയം കാണാൻ. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫില് 1 മണിക്കൂർ കഴിഞ്ഞാണ് ലാലേട്ടൻ അത് കാണുന്നത്. അതുവരെയുള്ള ഉറങ്ങിയിരുന്നിട്ട് പിന്നെ ആ ഒരു മൊമെന്റ് കൊള്ളാം. പക്ഷെ പിന്നെ അങ്ങോട്ട് എന്തോ അത് ഒരിക്കലും ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലൈമാക്സിലൊക്കെ ടൈറ്റിൽ കാർഡിലൊക്കെ എന്തൊക്കെയോ വലിയ സംഭവം ഉണ്ടെന്ന് പൃഥ്വി പറയുന്നത് കേട്ടു. പക്ഷെ ഒരു സംഭവം ഇല്ല. സത്യസന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് ഇതൊരു ബ്രാൻഡായിട്ട് ഗ്ലോബൽ ലെവലിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ വലിയ സംഭവം തന്നെയാണ്. ഒന്നും പറയാനില്ല. കാരണം അത് ഭയങ്കര വിൻ സിറ്റുവേഷൻ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റ് വളരെ വീക്ക്. ലൂസിഫറൊക്കെ വെച്ച് നോക്കുമ്പോൾ അടുത്തുപോലും നിൽക്കാൻ പറ്റാത്ത ലെവല് തീരെ പോരാ. ഇനി തേർഡ് കാണണമെന്ന് ഭയങ്കര തേർഡ് കണ്ട് ഇപ്പൊ നമുക്ക് തോന്നുന്നു വല്ലാത്ത ഗുണ്ട് വെടി പൊട്ടണ ലെവൽ. ചൈനയിലോട്ട് പോയി പറ വെടി പൊട്ടണ ഒരവസ്ഥയെ കാണിക്കുന്നതല്ലാതെ പടം മൊത്തത്തിൽ വളരെ ആവറേജാണ്. ഫാൻസ് ഷോയിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഫാൻസിനെ കുറച്ച് പേര് പോക്കി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, വളരെ ആവറേജ് പടം, വളരെ നോർമൽ ആവറേജ്. ഇതിന്റെ ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാർക്കറ്റിംഗ് ചെയ്ത് ഈ 50 കോടി പ്രീ ലോഞ്ചിൽ വാരിയെന്നുള്ളതാണ്.
അതിന് സമ്മതിച്ചു കൊടുത്തേ ഉള്ളൂ. അത് ബ്രില്യന്റ് മൂവ് തന്നെയാണ്. അല്ലാതെ ഈ പടത്തിൽ ഒന്നും തന്നെ വളരെ അതുപോലെ നമ്മുടെ ട്രെയിലറിൽ തന്നെ ഇത് വന്ന മെയിൻ ട്രോപ്പികളെല്ലാം കവർ ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഫ്രെയിംസ് നല്ല ഫ്രെയിംസ് അല്ലാതെ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം കണ്ടതുകൊണ്ട് ട്രെയിലർ അതും ഒരു നല്ല സ്ട്രാറ്റജി. ട്രെയിലറിൽ ബെസ്റ്റ് ഓഫ് ദ ഷോട്ട്സ് ഓഫ് ദ ഫിലിം അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി എല്ലാത്തിനും നല്ല ഡിസപ്പോയിന്റ്മെന്റ് ആണ്. ഒരു ലാലേട്ടൻ ഫാൻ എന്ന ലെവലിൽ എനിക്ക് നല്ല വിഷമമുള്ള ഒരു അവസ്ഥയാണ്. എന്തായാലും പക്ഷെ ലാലേട്ടന്റെ പടമാണ്. ലാലേട്ടന്റെ പടം എന്തായാലും വന്ന് കാണണം, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ ഇത് അനോമോഫിക് ലെൻസിലാണ് എടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് ഓടി വണ്ണിൽ തന്നെ വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ PVR മാക്സിലൊക്കെ പോയാൽ പോലും ആ ബ്ലാക്ക് ഗ്രേഡ് കുറച്ചുകൂടെ കൂടുതലായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ കുഴപ്പമില്ല. ദീപക് ദേവിന്റെ BGM നന്നായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര സംഭവം എന്ന് പറയാനില്ല, ഒരുപാട് നമ്മൾ കണ്ട് മാറുന്ന പടങ്ങളുടെ ഒരു സ്ക്രിപ്റ്റാണ്. വേറെ ഒരു പുതുമയില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു സർപ്രൈസോ ഒരു ടേണിംഗ് മൊമെന്റോ ഒന്നുമില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. എന്തായാലും വന്ന് കാണുക. ഹൈപ്പോടെ വരരുത്, ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും. അല്ലാതെ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് കാണാം, ഒരു ആവറേജ്.